2025 നിങ്ങൾക്ക് ഒരു പുതിയ മാക്ബുക്ക് എടുക്കണം. പക്ഷേ ബഡ്ജറ്റ് ഒരു 60,000 രൂപയോ അതിൻ്റെ താഴത്തേക്കാണ് നിങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മാക്ബുക്കും അതേപോലെ തന്നെ ആ ഒരു മാക്ബുക്കിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ വശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് യുവർ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. 2025 ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലാപ്ടോപ്പ് ആപ്പിളിൻ്റെ മാക്ബുക്ക് M1 എയർ തന്നെയാണ്. 60,000 രൂപയുടെ താഴത്ത് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോസും കോൺസും എന്തായാലും സംസാരിക്കാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് പ്രോസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം പെർഫോമൻസ് ആൻഡ് ചിപ്സെറ്റ്. ആപ്പിളിലെ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ചിപ്സെറ്റാണ് M1 എന്ന് പറയുന്ന സീരീസ്. ഈ ഒരു ചിപ്സെറ്റ് അത്ര മോശമൊന്നുമല്ല. 2025 ആയിട്ട് പോലും ഇത്രമാത്രം പൊട്ടൻഷ്യലും അതേപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ആ ഒരു ഡിവൈസ് അത്രമാത്രം ഒരു ഫീഡ്ബാക്ക് തരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഡെയിലി ബ്രൗസിങ് അതേപോലെ കാഷ്വലായിട്ടുള്ള വർക്ക്സ് അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും M1 എന്ന ചിപ്പിൽ സീംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യമാണ് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഒരു ഫുൾ ചാർജ് 100% ചാർജ് ആയി കഴിഞ്ഞാൽ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ ഒരു 3-4 മണി വരെ ഹാർഡ് കോർ യൂസിങ് ആണെങ്കിൽ പോലും എന്തായാലും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ തന്നെ പേഴ്സണലി നല്ല രീതിക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 3-4 കൊല്ലമായിട്ട് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ യൂട്യൂബ് വീഡിയോസും വരുന്നത് M1 മാക്ബുക്ക് എയറിൽ നിന്നാണ്. ഞാൻ 4K റെൻഡർ ചെയ്യാറുണ്ട്, അതേപോലെ അത്യാവശ്യം ഗ്രാഫിക്സ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിവൈസ് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി കുത്തിയിട്ടും കുത്തിയിടാതെയും നിങ്ങൾക്ക് മാക്ബുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ബാറ്ററി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഈ ഒരു ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. M1 ആയതുകൊണ്ട് തന്നെ ബാറ്ററി യൂസും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാൻ ഈ ഒരു ഡിവൈസിൽ പറ്റും. അടുത്തത് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കാം. 60,000 രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുമ്പോൾ OLED ഡിസ്പ്ലേ പാനലാണ് ലഭിക്കുന്നത്. യെസ്, ഇതിലും അടിപൊളിയായ ഡിസ്പ്ലേ ടെക്നോളജി നിങ്ങൾക്കിതിനും വില കുറഞ്ഞ് തന്നെ കിട്ടും. പക്ഷേ അവിടെ പെർഫോമൻസും ബാറ്ററി ലൈഫും ഇതേപോലെ ലഭിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള, അടിപൊളി എന്നല്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് M1 മാക്ബുക്ക് എയറിലുള്ളത്. കളർ കറക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അടുത്തത് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ് എല്ലാ ഡിവൈസിനും. അത് മാക്ബുക്കിന് മാത്രമല്ല, ഐഫോൺ, ഐപാഡ് എന്നീ പറഞ്ഞ എല്ലാ കാര്യത്തിനും അത്യാവശ്യം ഹാർഡ്വെയറിൻ്റെ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്. മാക്ബുക്ക് കുറേ വട്ടം എൻ്റെ കയ്യിൽ നിന്നൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തട്ടിയിട്ടുണ്ട്. പക്ഷേ യാതൊരു പ്രശ്നവും ഇപ്പോഴും ഈ ഒരു ഡിവൈസ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ചെക്ക് അത് ഒരു കുഴപ്പമില്ലാതെ തന്നെ വർക്ക് ചെയ്യും. ഇനി ഈ ഒരു ഡിവൈസിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, തൊട്ട് മുമ്പ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മാക്ബുക്കിൻ്റെ M3 Pro ആണ്. ആ ഒരു ഡിവൈസ് എടുത്തിട്ടും എനിക്ക് റിഗ്രറ്റ് ഉള്ള ഒരേ ഒരു കാര്യം വെയിറ്റ്. ടു ബി ഓണസ്റ്റ്, ഈ പറയുന്ന ഡിവൈസിൻ്റെ വെയിറ്റ് ഏറ്റവും മിനിമലായിട്ടാണ് ആപ്പിൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എയർ എന്നുള്ള പേര്. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ബാക്കിൽ ഈ പറയുന്ന ബാക്ക് പാക്കിലോ സ്ലിങ്ങറിലോ എവിടെ ഇട്ടാലും വെയിറ്റ് നിങ്ങൾക്ക് തോന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന മാക്ബുക്ക് M2 എയർ ആയാലും കുറച്ചധികം വണ്ണുള്ളൊരു സൈസാണ്. M3 Pro, M4 Pro ഈ പറഞ്ഞ എല്ലാ ഡിവൈസിനും വെയിറ്റ് ഉണ്ട്. പക്ഷേ M1 മാക്ബുക്ക് എയർ ഈസ് ലൈറ്റ് ആസ് ഫെദർ. അത് ഞാൻ എവിടെ വേണമെങ്കിൽ എഴുതി തരാം. അതോടൊപ്പം ലൈറ്റ് ആണെന്ന് വേണം നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡ് വെച്ച് ഈ ഒരു മാക്ബുക്ക് തുറക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെയിറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ്. കാരണം ഈ പറയുന്ന ബാക്ക് പെയിനോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ മാക്ബുക്ക് നിങ്ങൾ ബാക്കിലിട്ടൊന്നും പോവുകയാണെങ്കിൽ വെയിറ്റ് നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് വരില്ല. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ കോൺസ്. ഇതിലേറ്റവും ആദ്യം തന്നെ പെർഫോമൻസ് തന്നെ ഞാൻ പറയാം. ഞാൻ തന്നെയാണ് തുടക്കം പറഞ്ഞത്. അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്, ഡെയിലി ബ്രൗസിങ് ചെയ്യാം, എല്ലാം ശരിയാണ്.
പക്ഷേ ഒരു ഹാർഡ് കോർ വീഡിയോ എഡിറ്ററാണ് നിങ്ങൾ, അതോടൊപ്പം സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കുറേയധികം ഫോട്ടോ ഫയൽസുകളുണ്ട്, റോ ഫോട്ടോസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, ഗ്രാഫിക്സ് ഇൻറ്റൻസീവായ കുറേ വർക്കുകളുണ്ട്, ആനിമേഷൻ, മായ, ആഫ്റ്റർ എഫക്ട്സ്, മോഷൻസ് എന്നീ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാഫിക് ജ്യൂസ് കൺസ്യൂം ചെയ്യേണ്ട ഒരു യൂസറാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല. കാരണം M1 ഈ പറയുന്ന ഡിവൈസിൽ അത്രമാത്രം ഗ്രാഫിക് ഇൻറ്റൻസീവായ വർക്ക് ലോഡ് താങ്ങില്ല. അതെന്തായാലും ആ ഒരു ലോഡ് ബാക്കിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗ്രാഫിക് ഇൻറ്റൻസീവായ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിരിക്കില്ല. അടുത്തത് കണക്ടിവിറ്റി ആൻഡ് പോർട്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും വലിയൊരു പ്രശ്നമായിട്ട് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ യൂസിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. രണ്ട് USB-C ടൈപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു ഹെഡ്ഫോൺ ജാക്ക് 3.5-ൻ്റെ ഈ 2 USB-Cയും പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അക്യുമുലേറ്റ് ചെയ്യും. ചാർജ് ചെയ്യാൻ നമുക്കൊരു USB-C ഉണ്ട്, ബാക്കിയുള്ളത് ഒരേ ഒരു USB-C ആണ്. ഈ ഒരു ബാക്കിയുള്ള ഒരേ ഒരു USB-Cയിൽ നിങ്ങൾക്ക് ഡോങ്ലർ കണക്ട് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാ വർക്കും ചെയ്യാനായിട്ട്. SD കാർഡ് ആയിക്കോട്ടെ, SSD കാർഡ് ആയിക്കോട്ടെ, ഒരു പെൻഡ്രൈവ് ആയിക്കോട്ടെ, ഒരു വേറെ HDMI പോർട്ടായി വയറായിക്കോട്ടെ, എന്ത് കണക്ട് ചെയ്യുന്നതിലും ഈ ഒരു USB-C വഴി തന്നെ നിങ്ങൾ കണക്ട് ചെയ്യണം. സോ 2 പോർട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് അക്യുമുലേറ്റ് ചെയ്യും. വേറെ ഒരു പോർട്ടോ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ഡോങ്ലർ വേണം, അല്ലാത്ത പക്ഷം എപ്പോഴെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ യാതൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ അത് എനിക്ക് തോന്നിയ ഒരു വലിയൊരു കോൺ തന്നെയാണ്. അടുത്തത് ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ കിട്ടുന്ന ഒരു 720 പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് കൂടണം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാഷ്വൽ യൂസും അതേപോലെ ചെറിയ ചെറിയ ഓഫീസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ MacBook M1 Air അടിപൊളിയാണ്. പക്ഷേ ഒരു മീറ്റിംഗ് കോളൊക്കെ വരുമ്പോൾ പുറത്തുനിന്നൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ രാത്രിയാണ് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ നല്ല രീതിക്കുള്ള നോയ്സ് ചിലപ്പോൾ വരാം. അല്ല നിങ്ങൾക്ക് നല്ല സൺലൈറ്റ് ഉണ്ട്, നിങ്ങൾ ഡേ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേ ലൈറ്റിലാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇനി നൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഐഫോൺ യൂസർ ആണെങ്കിൽ ഞാൻ പറയാം, എല്ലാ MacBook യൂസറും ഐഫോൺ യൂസർ ആണെന്ന് നിർബന്ധമില്ല. സോ ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, കണ്ടിന്യൂറ്റി ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു യൂസർ അല്ല, MacBook മാത്രമുള്ളൂ, ഐഫോൺ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം മോശമായിട്ടുള്ളൊരു വീഡിയോ കോൾ ക്വാളിറ്റി ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. സോ അടുത്തത് ഈ ഒരു ഡിവൈസ് ഇത്രയും മാത്രം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്, ആർക്കൊക്കെ ഈ ഒരു ഡിവൈസ് യൂസ്ഫുൾ ആവില്ല എന്ന് ഞാൻ പറയാം. M1 MacBook Air ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസ്, അതേപോലെ ഒരു ഡെയിലി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് കാഷ്വൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ചാർട്ട് ചെയ്യണം, ചെറിയ ചെറിയ വീഡിയോസ് എഡിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് ആണെങ്കിലും വലിയ ഗ്രാഫിക് ഇൻറ്റൻസീവായ വർക്കുകളൊന്നും ഇല്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും MacBook M1 Air ഈസ് എ പെർഫെക്റ്റ് ചോയ്സ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്പോട്ട് എഡിറ്റിംഗ്, ഹെവി ഇൻറ്റൻസീവായ ഗ്രാഫിക് പർപ്പസ്, മായ, അതേപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, ബ്ലെൻഡർ, അങ്ങനെ കുറേയധികം ഗ്രാഫിക് ഇൻറ്റൻസീവായ വർക്കുകൾ എല്ലാം നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഒരിക്കലും സൂട്ടാവില്ല. നിങ്ങളുടെ ഡിവൈസ് ചിലപ്പോൾ കയ്യിൽ നിന്നിരുന്ന് തന്നെ ചിലപ്പോൾ ചൂടായി ഉരുകി തീരാനുള്ള കാരണമാണ് ഈ പറഞ്ഞ MacBook M1 Airൽ കിട്ടാനുള്ള കാര്യം. സോ അങ്ങനത്തെ യൂസേജ് നോക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. സോ 60,000 രൂപക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു എൻട്രി ലെവൽ MacBook ഈ പറയുന്ന MacBook M1 Air തന്നെയാണ്, വിത്ത് ആപ്പിൾ ഇൻ്റലിജൻസ്. അതോടൊപ്പം അത്യാവശ്യം നല്ല രീതിക്കുള്ള ലൈറ്റ് വെയ്റ്റ് ബോഡി, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും MacBook M1 Airൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ കൊടുക്കുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. നമ്മുടെ ലിങ്ക് തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അടുത്ത വീഡിയോ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ്.